ശബരിമല വിഷയം ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്ന സമയത്ത് കേരളത്തിലെ ചാനലുകളിൽ ഓരോരുത്തരും വന്ന് ന്യായീകരിച്ചു. ഏഷ്യാനെറ്റ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തു. ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ അയ്യപ്പ സംഗമത്തിന് 2 ദിവസമോ 3 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചും ദേവസ്വം വിജിലൻസും ഒക്കെ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ വരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സ്വർണം കണ്ടെത്തുന്നു. അപ്പൊ തന്നെ വാസവൻ മന്ത്രിയെ പോലുള്ള ആളുകൾ, ദേവസ്വം മന്ത്രി വന്ന് വല്ലാതെ ചാനലുകളെ കുറ്റം പറഞ്ഞു. ഏഷ്യാനെറ്റിനെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് കുറ്റം പറഞ്ഞു. കൈരളി ചാനൽ വല്ലാതെ ഇത് പറഞ്ഞു. എൻ വാസു വന്നിരുന്ന് വല്ലാതെ മെഴുകി മറിച്ചു. ഏഷ്യാനെറ്റിലും കൈരളിയും പോലെ തന്നെ മനോരമ, മാതൃഭൂമി, റിപ്പോർട്ടർ, അതുപോലെ തന്നെ 24, മീഡിയ വൺ, എല്ലാ ചാനലുകളിലും എൻ വാസു വന്നിരുന്ന് തള്ളി മറിക്കുമായിരുന്നു. ആങ്കർമാരെ തെറി പറയുമായിരുന്നു. അയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം അയാൾ കള്ളനാണെന്ന്. പക്ഷെ അയാൾ വല്ലാത്ത രീതിയിലാണ് ചാനലുകളെ തെറി പറഞ്ഞത്. ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, അതാരാണ്, കള്ളത്തരമാണ്, ഞാൻ മാനനഷ്ട കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലാണ് വാസു പൂണ്ടാടിയത്. അങ്ങനെ വല്ലാതെ ആടിയപ്പോഴും ഒരു വശത്ത് അദ്ദേഹത്തിനുള്ള തെളിവുകൾ SIT ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ചെറിയ മീനല്ല. ഈ സ്രാവുകളിൽ ഏറ്റവും വലിയ സ്രാവാണ്. പത്മകുമാറിനേക്കാൾ വലിയ സ്രാവാണ്. പത്മകുമാർ MLA ആയിരുന്നു, അല്ലെങ്കിൽ പത്മകുമാർ പഞ്ചായത്ത് പ്രസിഡന്റ്, കോളനി പ്രസിഡന്റ് ആയിരുന്നു, ഒക്കെയാണ്. ശരിയാണ്. പത്മകുമാറാണ് അടുത്ത് നിൽക്കുന്നത്. പൊങ്ങാൻ നിൽക്കുന്ന അടുത്ത ലിസ്റ്റിൽ പത്മകുമാറാണ്. പത്മകുമാർ പൊങ്ങാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലുള്ളത്. പിന്നെ പ്രശാന്ത് പൊങ്ങാൻ സാധ്യതയുണ്ട്. കാര്യം 25-ലും കൊടുത്തിരിക്കുന്ന പ്രശാന്ത് പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുറെ ഉദ്യോഗസ്ഥരാണ് ഇതിനകത്ത് പൊങ്ങാനുള്ളത്. പക്ഷെ ഈ വാസു ആരാ? പഞ്ചായത്ത് പ്രസിഡന്റ്. TK രാമകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ ആ മന്ത്രിസഭയിൽ മന്ത്രിയുടെ ഓഫീസിലെ മുടിചൂടാ മന്നൻ എല്ലാം തീരുമാനിക്കുന്നത് വാസു. അത് കഴിഞ്ഞിട്ട് അന്ന് ഇനി വേറെ കഥകളുണ്ട്. ഇപ്പൊ TK രാമകൃഷ്ണന്റെ കഥ ഇപ്പൊ പറയുന്നത് ശരിയല്ല. പക്ഷെ എങ്കിൽ പോലും അബ്കാരി, മദ്യം, എക്സൈസ് വകുപ്പ് TK രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. അബ്കാരികളെ നിയന്ത്രിച്ചിരുന്നു. അത്ര വലിയ ആളായിരുന്നു. അതിനുശേഷം അദ്ദേഹം ദേവസ്വം ബോർഡിൽ വരുന്നു. കമ്മീഷണറായിട്ടാണ് വരുന്നത്. കമ്മീഷണറായിട്ട് വന്നതിന് ശേഷം പ്രസിഡന്റ് എന്നും അദ്ദേഹത്തിനൊരു വിഷയമേ അല്ലായിരുന്നു. കാരണം പിണറായി വിജയന്റെ ഒരു ബന്ധം, AKG സെന്ററിലെ ബന്ധം, CPM ആയിട്ടുള്ള ബന്ധം, പരമ്പരാഗത ഒരു CPM കാരൻ, അതുപോലെ പരമ്പരാഗത CPM കാരനായ പത്മകുമാറിനെ പോലും മൈൻഡ് ചെയ്യാതെ അങ്ങ് മുടിച്ചു വാരുകയായിരുന്നു ശബരിമലയിൽ. പക്ഷെ തെറ്റിപ്പോയത് ഏതെങ്കിലും കോർപ്പറേഷൻ, കശുവണ്ടി കോർപ്പറേഷനിലോ അല്ലെങ്കിൽ കള്ളു വ്യവസായ കോർപ്പറേഷനിലോ ഏതെങ്കിലും കോർപ്പറേഷനിൽ ഇത് ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ പോയിരുന്നു ചെയ്തിട്ട്, ഇപ്പൊ കരിവന്നൂർ പോലുള്ള ബാങ്കിലൊക്കെ പോയിട്ട് ചിലപ്പോൾ രക്ഷപ്പെടാം. പക്ഷെ അയ്യപ്പൻ്റെ അടുത്ത് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചില്ല. അയ്യപ്പൻ വേറെയാണ് കക്ഷി എന്നുള്ളത് ശ്രദ്ധിച്ചില്ല. കാര്യം അമ്മയ്ക്ക് പുലിപ്പാൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി പുലി കടിച്ച് കൊല്ലട്ടെ എന്ന് മറ്റുള്ളവർ പാര വെച്ചതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മണികണ്ഠൻ കാട്ടിപ്പോയി പുലിയെ കൊണ്ട് കൊടുത്തു എന്നുള്ളതാണ്. പുലിപ്പ് കൊണ്ടുകൊടുത്ത് പാലെടുത്തോളൂ എന്ന് പറഞ്ഞ് എടുക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ പുലിയിൽ നിന്ന് പാലെടുത്ത് കൊടുത്ത് അമ്മയുടെ അസുഖം മാറ്റി എന്നൊക്കെയാണ് കഥ. ആള് ചില്ലറക്കാരനല്ല. മിത്തായാലും യാഥാർത്ഥ്യമായാലും ചിലപ്പോൾ മിത്തായിരിക്കും, കഥയായിരിക്കും. പക്ഷെ കഥയിലും ആള് വലിയ വിശ്വരൂപമുള്ള ആളാ മണികണ്ഠൻ. ചെറിയ ആളല്ല കഥയിലാണെങ്കിലും. കഥ അങ്ങനെ ഉണ്ടല്ലോ. ആ കഥയിലായാലും മിത്തിലായാലും വിശ്വരൂപമുള്ള ഒരു മണികണ്ഠൻ, കാട്ടിൽ പോയി പുലിയെ പിടിച്ചുകൊണ്ടുവരാൻ കഴിവുള്ള ഒരു മണികണ്ഠൻ. ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ചെറിയ ക്ഷേത്രമാണോ? അപ്പൊ വിശ്വാസികൾ, അതുകൊണ്ടാണല്ലോ ശബരിമലയിൽ ഈ വിശ്വാസികൾ ഇത്രയും ഇടിച്ചു പോകുന്നത്. ഈ നാട്ടിൽ എവിടെയെല്ലാം അയ്യപ്പനുണ്ട്. കുളത്തൂപ്പുഴയുണ്ട്, ശാസ്താ ക്ഷേത്രമുണ്ട്. ഏത് ക്ഷേത്രം എടുത്താലും അവിടെ ഒരു അയ്യപ്പ വിഗ്രഹം വെച്ചിട്ടുണ്ട്. മിക്ക പ്രധാന ദേവനായിട്ട് ഉപദേവനായിട്ട് അയ്യപ്പ വിഗ്രഹമുണ്ട്. ശബരിമലയിൽ അയ്യപ്പ ക്ഷേത്രമുണ്ട്, ബാംഗ്ലൂരിൽ അയ്യപ്പ ക്ഷേത്രമുണ്ട്, നാട്ടിൽ എവിടെയെല്ലാം അയ്യപ്പ ക്ഷേത്രമുണ്ട്. എന്നിട്ട് എന്താ അവിടെ നിന്ന് ആളുകൾ പോകാത്തത്? ഒരിക്കൽ ജി കാർത്തികേയൻ, നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ സ്പീക്കർ ജി കാർത്തികേയൻ പറഞ്ഞു, ആരോ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ എന്തിനാ ഗുരുവായൂർ പോകണം, ഇടയ്ക്കിടയ്ക്ക് പോകുന്ന, അല്ലെങ്കിൽ ലീഡർ പോകുന്ന കഥയൊക്കെ പറഞ്ഞു. നാട്ടിൽ ഒരുപാട് ഗുരുവായൂരപ്പന്മാരും കൃഷ്ണനും മഹാവിഷ്ണുവും ഒക്കെ ഉണ്ടെങ്കിലും ഗുരുവായൂരപ്പന് എന്തോ ഒരു കഴിവുണ്ട്. അതുകൊണ്ടല്ലേ ആളുകൾ അവിടെ പോകുന്നത്. ഒരിക്കൽ പോയാൽ പിന്നെ പോകുന്നത് എന്തുകൊണ്ടാണ്? എന്തോ ഒരു വിശ്വാസം, ഒരു ലിങ്ക് അവിടെ ഉണ്ട്. ആ മണ്ണിന് അവിടെ ഒരു പ്രാവശ്യം പോയി ചവിട്ടുന്നവർ ആ മണ്ണിന് എന്തോ ഒരു മാസ്മരികത ഉണ്ട്. അതുകൊണ്ടാണല്ലോ വീണ്ടും അവിടെ പോകുന്നത്. അല്ലാതെ കൃഷ്ണനെ കാണാൻ പോണതല്ലല്ലോ.
ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടെന്തോ അത് നമുക്കറിയില്ല എന്നാണ് കാർത്തികേയൻ പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന കാനനത്തിലിരിക്കുന്ന കാനനവാസനായ അയ്യപ്പനെ കാണാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ജാതിമത ഭേദമന്യേ ക്രിസ്ത്യാനിയും മുസ്ലിമും പിന്നെ കേരളീയനും മലയാളിയും പിന്നെ തമിഴനും ആന്ധ്രാക്കാരനും കർണാടകക്കാരനും ഗോവാക്കാരനും തെക്കേ ഇന്ത്യ മൊത്തവും ദക്ഷിണേന്ത്യ മൊത്തവും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഭാഗികമായിട്ടൊക്കെ കോടിക്കണക്കിന് രൂപ കൊണ്ട് അവിടെ വിജയമല്യെ പോലുള്ള ആളുകൾ ഇത്രയും സ്വർണ്ണമൊക്കെ കൊണ്ട് മറയ്ക്കണമെങ്കിൽ സംതിങ് ഉണ്ട്. അവിടെ ഒരു വിശ്വാസത്തിന്റെ ഒരു എലമെന്റ് കിടപ്പുണ്ട്. ആ എലമെന്റ് ഉള്ള സ്ഥലത്താണ് വാസു അണ്ണൻ കയറി കളിച്ചത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ജയിലിലല്ലേ? 14 വരെ റിമാൻഡ് ചെയ്തില്ലേ? ജാമ്യാപേക്ഷ കിട്ടുമോ? ജാമ്യം കിട്ടുമോ? ഇനിയിപ്പോ കസ്റ്റഡിയിൽ പോണ്ടേ? എന്തൊരു കഷ്ടമാണ്. അതാണ് അയ്യപ്പന്റെ കളി. ശബരിമല അയ്യപ്പൻ കളിച്ചത് എപ്പോഴാണെന്നറിയാവോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗവൺമെന്റ് ഇതിനകത്ത് ഈ വാസുവിനെയൊക്കെ രക്ഷിച്ചെടുക്കാനുള്ള ചില പരിപാടികൾ ചിലപ്പോൾ ഗവൺമെന്റ് ചെയ്യാം. കാരണം പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും പേര് പോണ കഥയല്ലേ ഇതൊക്കെ. അതുകൊണ്ട് കുറച്ച് ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി കറക്റ്റ് പ്രോംപ്റ്റ് സമയത്താണ്. അത് അയ്യപ്പ സംഗമം നടക്കുന്നു. അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്ന 2 ദിവസം മുമ്പ് അയ്യപ്പൻ വിചാരിച്ചു അങ്ങനെ യവന്മാർ ഷൈൻ ചെയ്യണ്ട, എൻ്റെ പേരിൽ അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോയതും പോരാ, പിന്നെ ഇരുന്ന് സദ്യയും കൂടെ നടത്തുന്ന, മോഷ്ടിച്ചതേ ഒരു ഉത്തമാടിത്തരം, പിന്നെ സദ്യയും കൂടെ നടത്തുന്ന, അത് വേണ്ട, രണ്ടും കൂടെ വേണ്ട. മിണ്ടാതെ കള്ളന്മാർ സാധാരണ എന്താണ് ചെയ്യുന്നത്? മോഷ്ടിച്ചുകൊണ്ട് സൈലന്റ് ആയിട്ട് പോകും. പിന്നെ പത്രസമ്മേളനം നടത്തി എങ്ങനെ ഇരിക്കും കള്ളന്മാർ? പത്രസമ്മേളനം നടത്തിയ ദൈവം വിടുവോ? വിട്ടില്ല. ദാ കിടക്കണ പിടിച്ചു. വാസു പഹത്തായി. ഇനി വലിയ സ്രാവിൽ 1, ഇനി 2 വലിയ സ്രാവുകൾ ഇവിടെ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് വാസവൻ മന്ത്രിയും കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയും മുൻ മന്ത്രിയും മറുപടി പറയേണ്ടതാണ്. CPM-ന്റെ ഇത്രയും വലിയൊരു നേതാവ്, ഞാൻ ആധികാരികമായിട്ട് ഉത്തരവാദിത്വത്തോടെയാണ് ചോദിക്കുന്നത്, CPM-ന്റെ ഇത്രയും വലിയൊരു നേതാവ് അവിടെ ദേവസ്വം ബോർഡ് കമ്മീഷൻ പ്രസിഡന്റുമായിരിക്കുമ്പോൾ മന്ത്രിയുമായുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണ്? പോസിറ്റീവ് ഓർ നെഗറ്റീവ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ലേ? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഡയറക്ടർ റാങ്കിലേക്ക് മുകളിലോട്ടുള്ളവർ, ഡയറക്ടർ റാങ്ക് മുതൽ മുകളിലോട്ടുള്ളവർ, ഏത് സ്ഥാപനത്തിലുണ്ട്, അതായത് മന്ത്രി ഓഫീസുമായി ഡയറക്റ്റ് ലിങ്ക് ഉള്ളവർ, എല്ലാ കാര്യങ്ങളും മന്ത്രിയെ അല്ലെങ്കിൽ മന്ത്രിയുടെ PS-മാരെ ബ്രീഫ് ചെയ്യും. അത് ഓരോ വകുപ്പിലും ഇപ്പോൾ 4 പിന്നെ ഇയാൾക്ക് ദേവസ്വം മന്ത്രിക്ക് 2-3 വകുപ്പുണ്ടല്ലോ, തുറമുഖം, അങ്ങനെ 2-3 വകുപ്പുണ്ടെങ്കിൽ ഓരോ വകുപ്പും നോക്കുന്ന ഓരോ APS-മാരായിരിക്കും, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായിരിക്കും. PS എല്ലാം പ്രൈവറ്റ് സെക്രട്ടറി എല്ലാം കൂടി ഫയലുകൾ നോക്കും മന്ത്രിക്ക് വേണ്ടി. APS-മാർ കാണും. ഇപ്പൊ നമ്മൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അടുത്ത് കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. പഞ്ചായത്ത് ഒപ്പെടുത്തൽ, കുടുംബശ്രീക്ക് ഒരാളായിരിക്കും, അങ്ങനെ ഓരോ APS-മാരായിരിക്കും ഫയൽ നോക്കുന്നത്, ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ശബരിമലയുടെ ദേവസ്വം ബോർഡിന്റെ ഫയൽ ഡീൽ ചെയ്യുന്ന APS, അത് കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിലാവട്ടെ ഇപ്പോൾ വാസവന്റെ ഓഫീസിലാവട്ടെ, ആ APS കഴിഞ്ഞാൽ PS കഴിഞ്ഞാൽ മന്ത്രി, ഈ 3 പേരുണ്ട്. ഇവരുമായി ശബരിമലയിലെ ഒരു കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നെങ്കിൽ അതൊരു പ്രോട്ടോകോൾ ലംഘനമാണ്. അപ്പൊ മന്ത്രിമാർ അറിഞ്ഞിട്ടുണ്ടോ? വാസവൻ അറിയാമോ? കടകംപള്ളി സുരേന്ദ്രൻ അറിയാമോ എന്നുള്ളത് കൂടി അയ്യപ്പൻ പറയേണ്ടതുണ്ട്. അയ്യപ്പൻ്റെ അടുത്ത് നിന്ന് തൊഴാതെയൊക്കെ നിന്ന് ഒരുപാട് ജിങ്ക് പരിപാടികളൊക്കെ കാണിക്കുമ്പോൾ ഇത് ദൈവസന്നിധിയാണ്, അത് വേറൊരു സ്ഥലമാണ്, അവിടെ താല്പര്യമില്ലാത്തവർ അങ്ങോട്ട് പോകരുത്, അവിടെ വിശ്വാസികളുടെ ഇടമാണ്, അവിടെ വിശ്വാസവും അവിടെ അതുമായിട്ടുള്ള ആചാരങ്ങളും ഒക്കെ നടക്കുന്നൊരു സ്ഥലമാണ്, അങ്ങോട്ട് താല്പര്യമില്ലാത്തവർ പോകേ വേണ്ട. പക്ഷെ അവിടെ ചെന്ന് കുത്തി മറിക്കാൻ നോക്കുമ്പോൾ ഇത് വലിയ പണി കിട്ടും. വാസുവിന് 8ന്റെ പണിയാണ് കിട്ടിയത്. ഇനിയും 1-2 സ്രാവുകൾ കൂടി വീഴാനുണ്ട്. അപ്പോൾ എന്തായാലും ഇലക്ഷൻ്റെ ഒരു റീൽ നിൽക്കുന്നത് കൊണ്ട്, ഒരു നിഴൽ നിൽക്കുന്നത് കൊണ്ട് ഗവൺമെൻറ്റും പാർട്ടിയും ഒക്കെ സീരിയസ് ആയിട്ട് അങ്ങനെ ഇടപെട്ടാൽ അത് ഇലക്ഷനിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരിക്കൽ കൈ പൊള്ളിയതാണ് ശബരിമലയുടെ പേരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൈ പൊള്ളിയതാണ്. ഈ BJP ഒക്കെ വലിയ സമരം ചെയ്തു, RSS ഒക്കെ, സുരേന്ദ്രനൊക്കെ വലിയ അടിയുണ്ട്, ശോഭാ സുരേന്ദ്രനെ. പക്ഷേ ഫലം കൊണ്ടുപോയത്, കേക്കടിച്ചുകൊണ്ട് പോയത് കോൺഗ്രസും UDF ആയിരുന്നു. അതുപോലെ ഒരു UDF കേക്കടിപ്പ് നടക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ന് CPM-നും അറിയാം, പിന്നെ ഗവൺമെന്റിനും അറിയാം. അതുകൊണ്ട് അവർ ഒന്ന് കൈ അയച്ചിരിക്കുന്നു. ഈ കൈ അയച്ച സമയത്ത്, അയക്കേണ്ടി വരുന്ന സമയത്ത് തന്നെ അയ്യപ്പൻ ഈ വിഷയം എടുത്തിട്ടത് വേറൊരു കാവ്യനീതിയാണ്. എന്തായാലും കൊള്ളാം. നമുക്ക് ബാക്കിയുള്ള സ്രാവുകൾ കൂടി പൊങ്ങുമോ അതോ താഴുമോ എന്ന് കാത്തിരുന്ന് കാണാം.